സ്നേഹപൂർവ്വം സ്വാഗതം. ബി.എഡ് 2019 പേപ്പർ 12 ലേണർ ഇൻ ദ എഡ്യൂക്കേഷണൽ പെർസ്പെക്റ്റീവിൻ്റെ ചോദ്യോത്തരങ്ങളിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ ഡോക്ടർ ജോജു ജോൺ. ഇത് മാജിക് മോട്ടിവേഷൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ 3 കോമ്പണൻസ് ഓഫ് എഡ്യൂക്കേഷണൽ പ്രോസസ്? ഇച്ചിരി കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യമാണെങ്കിലും ടീച്ചിങ്, ലേണിംഗ് ആൻഡ് പ്രാക്ടീസ് ആണ് ശരിയായ ഉത്തരം. What are the 3 components of educational process? Teaching, learning and practice. Teacher, student and society എന്നൊക്കെ ട്രയാങ്കിൾ ആയിട്ട് പൊതുവേ നമ്മൾ 3 pillars of education ആയിട്ടൊക്കെ നമ്മൾ പറയാറായിട്ടുണ്ട്. ടീച്ചർ, ലേണർ ആൻഡ് സൊസൈറ്റി. Which philosophy raised the slogan back to nature, naturalism, guidance given to students to choose an occupation and grow in it, vocational guidance? The idea of 4 pillars was given by UNESCO, United Nations Educational, Social and Cultural Organization and UNESCO. What is the average child sex ratio in India according to 2011 census? 919 1000 ആണിന് 919 ഫീമെയിൽ. 2001 പോപ്പുലേഷനിൽ അത് സെൻസസിൽ അത് 1000 മെയിലിന് 927 ഫീമെയിൽ ആയിരുന്നു. പാർട്ട് ബി, വാട്ട് ഈസ് സിറ്റിസൺഷിപ്പ് ട്രെയിനിങ്? റൈറ്റ്സും ഡ്യൂട്ടീസും ഒക്കെ പഠിപ്പിച്ച് ഒരു രാജ്യത്തിൻ്റെ ഒരു പൗരനെ വാർത്തെടുക്കുന്ന പ്രോസസ്സാണ് സിറ്റിസൺഷിപ്പ് എഡ്യൂക്കേഷൻ. എന്താണ് പുരുഷാർത്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓബ്ജക്റ്റ് ഓഫ് ഹ്യൂമൻ പെർസ്യൂട്ട്. ആളുകൾ എന്താണ് അന്വേഷിക്കുന്നത്, ഹ്യൂമൻ ബീയിങ്സ് ജീവിതത്തിൽ എന്താണ് ലക്ഷ്യം വയ്ക്കുന്നത് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ധർമ്മ, അർത്ഥ, കാമ, മോക്ഷ 4 സംഭവങ്ങളാണ് പുരുഷാർത്ഥങ്ങളായിട്ട് അറിയപ്പെടുന്നത്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മോക്ഷമാണ്. കാമത്തെക്കാട്ടിലും അർത്ഥത്തെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ധർമ്മവുമാണ്. വാട്ട് ഈസ് മെൻ ബൈ വിമൻ എംപവർമെൻറ്റ്? ഒരു രാജ്യത്തിലെ സ്ത്രീകളെയും പുരുഷന്മാർക്ക് തുല്യരായി കണ്ടുകൊണ്ട് അവർക്ക് എല്ലാ മേഖലകളിലും അവസരങ്ങൾ തുറക്കുന്നതാണ് വിമൻ എംപവർമെൻറ്റ്. വാട്ട് ആർ ലൈഫ് സ്കിൽസ്? ജീവിതത്തിന് ആവശ്യമായ നൈപുണ്യങ്ങളെയാണ് ലൈഫ് സ്കിൽസ് എന്ന് വിളിക്കുന്നത്. UN 10 ലൈഫ് സ്കിൽസ് ആണ് മുന്നോട്ട് വയ്ക്കുന്നത്. പ്രോബ്ലം സോൾവിങ്, ഡിസിഷൻ മേക്കിംഗ്, ക്രിയേറ്റീവ് തിങ്കിങ്, ക്രിട്ടിക്കൽ തിങ്കിങ്, സെൽഫ് അവയർനെസ്, എമ്പതി, ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, ഗുഡ് കമ്മ്യൂണിക്കേഷൻ, മാനേജ്മെന്റ് ഓഫ് സ്ട്രെസ്, മാനേജ്മെന്റ് ഓഫ് ഇമോഷൻസ്. വാട്ട് ഈസ് സബ്സ്റ്റൻസ് അബ്യൂസ്? ഒരു സബ്സ്റ്റൻസിനെ തെറ്റായ രീതിയിൽ ഉപയോഗിക്കുന്നതാണ് അബ്യൂസ്. സാധാരണ നിലയിൽ പുകയില, ഡ്രഗ്സ് എല്ലാം സബ്സ്റ്റൻസ് അബ്യൂസിന് ഒരു ഉദാഹരണമാണ്. അപ്പോൾ ഒരു മേഖലയിൽ ശരിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനം വേറൊരു മേഖലയിൽ തെറ്റായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കുന്നതിനെ സബ്സ്റ്റൻസ് അബ്യൂസ് എന്ന് വിളിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ചുമയുടെയൊക്കെ മരുന്ന്, ടോണിക്ക് ഒക്കെ ചില കുട്ടികൾ ലഹരിക്ക് വേണ്ടി ഒരു ബോട്ടിൽ കുടിച്ചു തീർക്കുന്നതായിട്ടൊക്കെ കേൾക്കുന്നുണ്ട്. അതാണ് സബ്സ്റ്റൻസ് അബ്യൂസ് എന്ന് പറയുന്നത്. മയക്കുമരുന്ന്, പുകയില എല്ലാം ഉദാഹരണമാണ്. വാട്ട് ആർ ദ ആക്ടിവിറ്റീസ് ഇൻ സ്കൂൾസ് ടു ഡെവലപ്പ് ലീഡർഷിപ്പ് സ്കിൽസ്? കുട്ടികൾക്ക് ലീഡർഷിപ്പ് ഡെവലപ്പ് ചെയ്യാനായിട്ട് യൂണിയൻ്റെ ആക്ടിവിറ്റീസും അതോടൊപ്പം ചർച്ചകൾ, ഡിബേറ്റുകൾ, സെമിനാറുകൾ, ക്ലബ് ആക്ടിവിറ്റീസ് എല്ലാം നമുക്ക് ഓർഗനൈസ് ചെയ്യാം. വാട്ട് ആർ ദ ക്വാളിറ്റീസ് ആൻഡ് സ്കിൽസ് ഓഫ് എ ഗുഡ് കൗൺസിലർ? നമുക്ക് അത് ഈ ഡിസ്കഷൻ്റെ അവസാന ഭാഗത്തേക്ക് കാണാം. നല്ല ആശയവിനിമയം, രഹസ്യങ്ങൾ സൂക്ഷിക്കാനുള്ള കഴിവൊക്കെയാണ് കൗൺസിലറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കഴിവ്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡും ഒക്കെ അതിനകത്ത് വരുന്നത്. ഇവാലുവേറ്റ് ദി ഇമ്പാക്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ ഓൺ ചൈൽഡ് ലേബർ? കുട്ടികളെ പഠനത്തിന് വിടാതെ തൊഴിലിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പ്രോസസ്സാണ് ചൈൽഡ് ലേബർ. ഇവാലുവേറ്റ് ദി ഇമ്പാക്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ? യഥാർത്ഥ വിദ്യാഭ്യാസം കുട്ടികൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ചൈൽഡ് ലേബറിലേക്ക് പോകാതെ പഠിച്ചുയർന്നു പോയി അവരുടെ ഉള്ളിലെ പൊട്ടൻഷ്യൽസ് പുറത്തെടുക്കും. അതാണ് എഡ്യൂക്കേഷൻ്റെ ഇമ്പാക്റ്റ്. മാത്രമല്ല പേരൻസിനൊക്കെ അവയർനെസ് കൊടുത്തു കഴിഞ്ഞാൽ അവർ കുട്ടികളെ കൂടുതലായിട്ട് പഠനത്തിനായിട്ട് വിടാനായിട്ട് തയ്യാറാകും. തമിഴ്നാട് പോലെയൊക്കെയുള്ള ചില സംസ്ഥാനങ്ങളിലാണ് കൂടുതലായിട്ട് ചൈൽഡ് ലേബർ കണ്ടുവരുന്നത്. കമൻറ്റ് ഓൺ ദ നാഷണൽ വാല്യൂസ് ഇൻ അവർ കോൺസ്റ്റിറ്റ്യൂഷൻ? സോവറിനിറ്റി, സെക്യുലറിസം, സോഷ്യലിസം, ഡെമോക്രസി, ജസ്റ്റിസ്, റിപ്പബ്ലിക്കൻ ക്യാരക്ടർ, ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രാറ്റേണിറ്റി, ഹ്യൂമൻ ഡിഗ്നിറ്റി,
ദ യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ദ നേഷൻ. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട നാഷണൽ വാല്യൂസ്. കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്ന നാഷണൽ വാല്യൂസ് ഈ പറഞ്ഞതൊക്കെയാണ്. സോഷ്യലിസവും സെക്യുലറിസവും ഡെമോക്രസിയുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട നാഷണൽ വാല്യൂസ്. വാട്ട് ആർ ദ 4 പില്ലേഴ്സ്? ജാക്വസ് ഡെലർ യുനെസ്കോ റിപ്പോർട്ടിൽ ലേണിംഗ് ദ ട്രഷർ വിത്തിൻ എന്ന റിപ്പോർട്ടിലൂടെ അവതരിപ്പിച്ച 4 ലക്ഷ്യങ്ങളാണ് വിദ്യാഭ്യാസത്തിന്റെ 4 ലക്ഷ്യങ്ങൾ. ലേണിംഗ് ടു ബി, ലേണിംഗ് ടു നോ, ലേണിംഗ് ടു ഡു, ലേണിംഗ് ടു ലിവ് ടുഗെദർ. ഡിസ്കസ് ദ മേജർ അഡലസെന്റ് ഇഷ്യൂസ് ഇൻ ദ സ്കൂൾ. അഡലസെന്റ് ഏജിലെ കുട്ടികളുടെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ, സാമൂഹികമായ വൈകാരികമായ പ്രശ്നങ്ങൾ, എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള പ്രോബ്ലംസ്, സോഷ്യൽ പ്രോബ്ലംസ് എല്ലാം നമ്മൾ ചർച്ച ചെയ്യണം. വാട്ട് ആർ ദ മെയിൻ സ്റ്റെപ്സ് ഫോർ പ്രൊമോട്ടിംഗ് മെൻ്റൽ ഹെൽത്ത്? ബി പോസിറ്റീവ്, മോട്ടിവേറ്റ് ചിൽഡ്രൻ, എൻകറേജ് സൗണ്ട് സ്ലീപ്പ്, ബാലൻസ്ഡ് ഡയറ്റ് കൊടുക്കുക, വായിക്കാൻ നല്ല പുസ്തകങ്ങൾ കൊടുക്കുക, പോസിറ്റീവ് സ്ട്രോക്സ് കൊടുക്കുക, make them active, give them responsibility, give a chance to lead, provide positive environment. ആദ്യമേ തന്നെ പറഞ്ഞതാണ്, പ്രൊവൈഡ് പോസിറ്റീവ് എൻവയൺമെന്റ്, ബി ഇംപാർഷ്യൽ, ബി എംപത്തറ്റിക്, ബി സപ്പോർട്ടീവ്, പ്രൊവൈഡ് recreation opportunities, provide provision for exercise, give time to laugh and enjoy, provide time for physical activity. Comment on the rights of Indian citizens: right to equality, right to freedom, right against exploitation, right to freedom of religion, cultural and educational rights, right to constitutional remedies. Define universal values. എന്തൊക്കെയാണ് യൂണിവേഴ്സൽ വാല്യൂസ്? കാലദേശ ഭാഷ സംസ്കാര പരിമിതികൾക്ക് അതീതമായിട്ടുള്ള വാല്യൂസിനെയാണ് യൂണിവേഴ്സൽ വാല്യൂസ് എന്ന് പറയുന്നത്. സത്യം, സമാധാനം, ലവ്, കണ്ടന്റ്മെന്റ്, ഡിവോഷൻ, സർവീസ്, കോ എക്സിസ്റ്റൻസ്, ജസ്റ്റിസ്, ഇന്റഗ്രിറ്റി, വിസ്ഡം ഒക്കെ യൂണിവേഴ്സൽ വാല്യൂസ് ആണ്. കുട്ടികളിൽ മൂല്യങ്ങൾ ഡെവലപ്പ് ചെയ്യാനായിട്ട്, ഈ യൂണിവേഴ്സൽ വാല്യൂസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് 2 മാർഗമാണ്. ഒന്ന് റാഷണൽ പെർസുവേഷൻ, ഈ മൂല്യങ്ങളെ പറ്റി അവരെ പഠിപ്പിക്കുക, ബോധവൽക്കരിക്കുക. 2 സബ് കോൺഷ്യസ് മൈൻഡ് പ്രോഗ്രാമിംഗ്, സിനിമകളിലൂടെ, കഥകളിലൂടെയും ഡോക്യുമെന്ററീസിലൂടെയും ഷോർട്ട് ഫിലിംസിലൂടെയും ഒക്കെ കുട്ടികൾ പോലും അറിയാതെ ഈ വാല്യൂസ് അവരിലേക്ക് അസിമുലേറ്റ് ചെയ്യാനായിട്ട് സാഹചര്യങ്ങൾ ഒരുക്കുകയാണ് സബ് കോൺഷ്യസ് മൈൻഡ് പ്രോഗ്രാമിംഗ്. കമന്റ് ഓൺ ഗാന്ധിസ് വ്യൂസ് ഓൺ വിമൻ എംപവർമെന്റ്. ഏതാനും കൊട്ടേഷൻസിലൂടെ നമുക്ക് ഇതിന്റെ ഉത്തരത്തിലേക്ക് പോകാം. ദർ ഈസ് നോ ഒക്കേഷൻ ഫോർ വിമൻ ടു കൺസിഡർ ദംസെൽസ് സബോർഡിനേറ്റ് ഓർ ഇൻഫീരിയർ ടു മെൻ. ദർ ഈസ് നോ ഒക്കേഷൻ ഫോർ വിമൻ ടു കൺസിഡർ ദംസെൽസ്. ഒരു സാഹചര്യത്തിലും സ്ത്രീകളെ പുരുഷന്മാർക്ക് ഇൻഫീരിയർ ആയിട്ട് കാണരുത്. കൊട്ടേഷൻ 1. 2 വുമൺ ഈസ് ദ കമ്പാനിയൻ ഓഫ് മാൻ ഗിഫ്റ്റഡ് വിത്ത് ഈക്വൽ മെന്റൽ കപ്പാസിറ്റി. പുരുഷന്റെ കൂട്ടുകാരിയാണ്, പുരുഷന്റെ കൂട്ട് തന്നെ എല്ലാ മെന്റൽ പവേഴ്സും ഉള്ള ആളാണ് സ്ത്രീ. മാൻ ക്യാൻ നെവർ ബി എ വുമൺസ് ഈക്വൽ ഇൻ ദ സ്പിരിറ്റ് ഓഫ് സെൽഫ്ലെസ് സർവീസ് വിത്ത് വിച്ച് നേച്ചർ ഹാസ് എൻഡോഡ് ഹർ. സെൽഫ്ലെസ് സർവീസിൽ സ്ത്രീ പുരുഷനേക്കാൾ വളരെ മുന്നിലാണ്. To call a woman the weaker sex is a label. It is man's injustice to woman. If by strength is meant moral power, then woman is immensely man's superior. അപ്പം വീക്ക് സെക്സ് എന്നൊക്കെ വിളിക്കുന്നത് ഒരു ലേബലിംഗ് ആണ്. അത് സ്ത്രീകളോട് ചെയ്യുന്ന ഇൻജസ്റ്റിസ് ആണ്. സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഒരു ധാർമ്മിക ശക്തിയാണെന്നുണ്ടെങ്കിൽ, ഫിസിക്കൽ എബിലിറ്റി അല്ലാതെ യഥാർത്ഥ ശക്തി ധാർമ്മിക ശക്തിയാണല്ലോ. സ്ട്രെങ്ത് എന്ന് ഉദ്ദേശിക്കുന്നതുകൊണ്ട് ധാർമ്മിക ശക്തിയാണെങ്കിൽ സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ വളരെ വളരെ സുപ്പീരിയർ ആണെന്ന് മഹാത്മാഗാന്ധി. വാട്ട് ഈസ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ? എല്ലാ പ്രത്യേകതകളും ഉള്ള കുട്ടികളെ എല്ലാം ഒരുമിച്ചിരുത്തി പഠിപ്പിക്കുന്ന സംവിധാനമാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. പ്രത്യേകിച്ച് സ്ലോ ലേണേഴ്സിനെയും അങ്ങനെയൊക്കെയുള്ള ഇന്റലക്ച്വലി ബാക്ക്വേർഡ് ആയിട്ടുള്ള കുട്ടികളെ എല്ലാം പൊതു വിദ്യാഭ്യാസ സംവിധാനത്തിനകത്ത് തന്നെ ഉൾപ്പെടുത്തി മറ്റുള്ള കുട്ടികളോടൊപ്പം ഇരുത്തി പഠിപ്പിക്കുന്നു. ട്രാൻസാക്ഷൻ അനാലിസിസ് ആണ് കഴിഞ്ഞ വർഷം essay ആയിട്ട് ചോദിച്ചത്. പക്ഷേ അത് സിലബസിൽ നിന്ന് മാറ്റിയത് കൊണ്ട് ഇപ്രാവശ്യമില്ല. ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ദി വേരിയസ് കൈൻഡ്സ് ഓഫ് ജെൻഡർ ബയസ് ദാറ്റ് എക്സിസ്റ്റ് ഇൻ അവർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. എന്തൊക്കെയാണ് ജെൻഡർ ബയസ്? ലീഡർഷിപ്പ് എപ്പോഴും ബോയ്സിന് കൊടുക്കും, ഗേൾസിനെ വീക്കായിട്ട് കൺസിഡർ ചെയ്യുന്നു, ടീച്ചറിനെ അസിസ്റ്റ് ചെയ്യാൻ ബോയ്സിനെയാണ് വിളിക്കുന്നത്, സ്കൂൾ ലീഡേഴ്സ് എപ്പോഴും ബോയ്സ് ആയിരിക്കും, ക്ലബ് പ്രസിഡൻസും ബോയ്സ് ആയിരിക്കും, വൈകുന്നേരം സ്കൂളിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ ബോയ്സിനാണ് അവസരം ടു സ്റ്റേ ബാക്ക്.
ഓൾ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ബോയ്സ് ആണ് ലീഡ് ചെയ്യുന്നത്. സ്പോർട്സിൻ്റെ ക്യാപ്റ്റൻസ് ബോയ്സ് ആണ്. ഹൗസ് ക്യാപ്റ്റൻസ് ബോയ്സ് ആണ്. ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ബോയ്സിനെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത്. ഹോൾ അറേഞ്ച്മെൻറ്റ്സ് പോലെയൊക്കെയുള്ള വർക്കുകൾ ബോയ്സ് ആണ് ചെയ്യുന്നത്. ക്ലീനിങ് പോലെയുള്ള പണികളാണ് ഗേൾസിന് കൊടുക്കുന്നത്. പണിഷ്മെൻറ്റ് പക്ഷേ കൂടുതൽ ബോയ്സിനാണ് കിട്ടുന്നത്. ഗോയിങ് ഇൻ ലൈൻസ്, ആൺകുട്ടികൾ ഒരു വരി, പെൺകുട്ടികൾ ഒരു വരിയായിട്ട് ആദ്യം പെൺകുട്ടികളെ വിടും. ഗേൾസ് ഫസ്റ്റ്, ആദ്യം പെൺകുട്ടികളെ വിട്ട് സേഫായിട്ട് പുറത്തിറക്കി കഴിഞ്ഞിട്ടാണ് ആൺകുട്ടികളെ വിടുന്നത്. ശരിക്കും ഇതൊക്കെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനും കൂടെ വേണ്ടിയാണ് എന്നുള്ളത് മറക്കാതിരിക്കാം. അപ്പോയിൻമെൻറ്റ്സ് ഇൻ സ്കൂൾസ് ആൻഡ് കോളേജസ്, ഇന്ന് ഏറ്റവും കൂടുതൽ പക്ഷേ സ്ത്രീകളെയാണ് സ്കൂളുകളിലും കോളേജുകളിലും ടീച്ചേഴ്സായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നത് എന്നുള്ള കൗതുകരമായ ഒരു വസ്തുതയുമുണ്ട്. ഗൈഡൻസ് ബ്യൂറോ ഇൻ സ്കൂൾസ്, സ്കൂളിൽ ഒരു ഗൈഡൻസ് ബ്യൂറോ സെറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമുണ്ട്. ഗൈഡൻസ് ഈസ് ദ പേഴ്സണൽ ഹെൽപ്പ് ദാറ്റ് ഈസ് ഗിവൺ ബൈ വൺ പേഴ്സൺ ടു അനദർ പേഴ്സൺ ഇൻ ഡെവലപ്പിംഗ് ലൈഫ് ഗോൾസ്, ഇൻ മേക്കിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ് ആൻഡ് ഇൻ സോൾവിംഗ് പ്രോബ്ലംസ് ദാറ്റ് കൺഫ്രണ്ട് ഹിം ഇൻ ദ അറ്റൈൻമെൻറ്റ് ഓഫ് ഗോൾസ്. ജോൺസിൻ്റെ ഡെഫിനിഷൻ ഓർത്ത് വയ്ക്കുക. Every school needs a guidance cell. Important aspects in organizing a guidance bureau in school. The headmaster is responsible for all the activities. അതുകൊണ്ട് ആ ഗൈഡൻസ് സെല്ലിൻ്റെ ചെയർ എന്ന് പറയുന്നത് ഹെഡ് മാസ്റ്റർ തന്നെ ആയിരിക്കും. എ സ്കൂൾ കൗൺസിലർ ഷുഡ് ബി ഇൻ ചാർജ് ഓഫ് ദ ഗൈഡൻസ് യൂണിറ്റ്. A special subject teachers can render helpful render useful help in guidance program. Subject teachers എല്ലാം അതിനകത്തൊരു റോളുണ്ട്. Separate room should be provided. A guidance committee may be formed in the school. Role of the headmaster: he must have good faith in guidance program. He should be generous in accepting the bureau's proposals. He should check the effectiveness of the total program. ടോട്ടൽ പ്രോഗ്രാമിൻ്റെ ഇഫക്റ്റീവ്നെസ് എപ്പോഴും അദ്ദേഹം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം, ഹെഡ് മാസ്റ്റർ. He should help the other members in the staff to perform their duties in the program. ബാക്കി ടീച്ചേഴ്സിൻ്റെ പങ്കാളിത്തം ഉറപ്പാക്കണം. He should assign duties and responsibility to the staff so that everyone may be aware of his specific functions. ഓരോ ടീച്ചറിനും ഗൈഡൻസ് ബ്യൂറോവുമായിട്ട് ബന്ധപ്പെട്ട് ജോലികൾ ഏൽപ്പിച്ചു കൊടുക്കണം. റോൾ ഓഫ് ദ ടീച്ചർ: he can provide atmosphere of warmth, friendship and understanding in the class. He can show genuine concern to all types of pupils. He can use his class teaching for developing critical and creative thinking. He can provide vocational information related to his field of study. He can reflect and maintain personal data of pupils. He can adopt dynamic and child-centered methods and techniques in teaching. The principles of organizing guidance service in school: child-centeredness, continuity, simplicity, wholesomeness, prevention as well as cure, specialization, self-knowledge and self-directionലോട്ട് ലീഡ് ചെയ്യണം, securing and recording adequate information, leadership and coordination, cooperation, collection and analysis of data, budgetary provisions. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രധാനമായിട്ട് ഒരു ഗൈഡൻസ് ബ്യൂറോ ഓർഗനൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഗൈഡൻസ് സെൽ ഓർഗനൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസേഷനാണ്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റീസ് ഓഫ് എ കൗൺസിലർ: ഇൻഡിവിജ്വലൈസേഷൻ, ഓരോ കുട്ടിയും ഓരോ കുട്ടികളായിട്ട് കാണാൻ പറ്റണം. പർപ്പസ്ഫുൾ എക്സ്പ്രഷൻ ഓഫ് ഫീലിങ്സ്, ശ്രദ്ധാപൂർവം വികാരങ്ങൾ എക്സ്പ്രസ് ചെയ്യണം. കൺട്രോൾഡ് ഇമോഷണൽ ഇൻവോൾവ്മെൻറ്റ്, കുട്ടി കരയുമ്പോൾ ടീച്ചറും കൊണ്ടിരുന്ന് കരയരുത്. അക്സെപ്റ്റൻസ് ഓഫ് ദ ചൈൽഡ്, നോൺ ജഡ്ജ്മെൻ്റൽ ആയിരിക്കണം കൗൺസിലർ, നോൺ ജഡ്ജ്മെൻ്റൽ ആയിരിക്കണം. ക്ലയൻറ്റ് സെൽഫ് ഡിറ്റർമിനേഷൻ, ക്ലയൻറ്റിന് ഒരു സെൽഫ് ഡിറ്റർമിനേഷൻ കൊടുക്കണം, എല്ലാം അടിച്ചേൽപ്പിക്കരുത്. കോൺഫിഡൻഷ്യാലിറ്റി ഉണ്ടാകണം, അവർ പറയുന്ന കാര്യം പുറത്ത് പറയരുത്. അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ്, എപ്പോഴും കുട്ടിയോട് ഒരു പരിധിയില്ലാത്ത ഒരു പോസിറ്റീവ് മെൻറ്റാലിറ്റി കാണിക്കാൻ അധ്യാപകൻ തയ്യാറാകണം. സ്കിൽസ് ഓഫ് എ കൗൺസിലർ: സ്കിൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ, മെയിൻറ്റെയിനിങ് എ പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ, എംപതൈസിങ്, ഫ്രണ്ട്ലി എക്സ്പ്രഷൻ, സ്കിൽ ഓഫ് സജസ്റ്റിംഗ്, സ്കിൽ ടു മെയിൻറ്റെയിൻ സെൽഫ് എസ്റ്റീം in the process of counseling, skill to lead to positive action, winning the confidence of the person. ഏതെങ്കിലും ഒരു ഒന്നോ രണ്ടോ ലൈഫ് സ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറഞ്ഞാൽ ക്രിട്ടിക്കൽ തിങ്കിങ്ങും ക്രിയേറ്റീവ് തിങ്കിങ്ങും ഒക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റും. ക്രിട്ടിക്കൽ തിങ്കിങ് ഒരു പ്രശ്നത്തെ പറ്റി പിന്നീട് വിശകലനം ചെയ്യുന്നതാണ്. ക്രിയേറ്റീവ് തിങ്കിങ് ഒരു കാര്യം
ക്രിയാത്മകമായിട്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു പ്രോ ആക്റ്റീവായിട്ടുള്ള സംഭവമാണ് ക്രിയേറ്റീവ് തിങ്കിങ്. ക്രിട്ടിക്കൽ തിങ്കിങ് അനലിറ്റിക് ആണ്, ക്രിയേറ്റീവ് തിങ്കിങ് ജനറേറ്റീവ് ആണ്, ക്രിട്ടിക്കൽ തിങ്കിങ് കൺവേർജൻ്റ് ആണ്, ക്രിയേറ്റീവ് തിങ്കിങ് ഡൈവേർജൻ്റ് ആണ്, ക്രിട്ടിക്കൽ തിങ്കിങ് വെർട്ടിക്കൽ, ക്രിയേറ്റീവ് ലാറ്ററൽ, ക്രിട്ടിക്കൽ തിങ്കിങ് പ്രോബബിലിറ്റി ആണ് നോക്കുന്നത്, ക്രിയേറ്റീവ് തിങ്കിങ് പോസിബിലിറ്റീസ് അനലൈസ് ചെയ്യും, ക്രിട്ടിക്കൽ തിങ്കിങ് ജഡ്ജ്മെൻ്റൽ ആണ്, ക്രിയേറ്റീവ് തിങ്കിങ് ജഡ്ജ്മെൻറ്റിനെ സസ്പെൻഡ് ചെയ്യുന്നു, ക്രിട്ടിക്കൽ തിങ്കിങ് ഫോക്കസ്ഡ് ആണ്, ക്രിയേറ്റീവ് തിങ്കിങ് ഡിഫ്യൂസ് ചെയ്യുന്നു, ക്രിട്ടിക്കൽ തിങ്കിങ് ഒബ്ജക്റ്റീവ് ആണ്, ക്രിയേറ്റീവ് തിങ്കിങ് സബ്ജക്റ്റീവ് ആണ്, ക്രിട്ടിക്കൽ തിങ്കിങ് ഒരു ആൻസറിനെയാണ് കണ്ടെത്താനായിട്ട് പരിശ്രമിക്കുന്നത്. പക്ഷെ ക്രിയേറ്റീവ് തിങ്കിങ് ധാരാളം ആൻസേഴ്സിനുള്ള പോസിബിലിറ്റീസ് തുറക്കുന്നു, പുതിയ സാധ്യതകൾ, വളരെ വൈൽഡായിട്ടുള്ള സാധ്യതകൾ അന്വേഷിച്ചുകൊണ്ട് ഒരു ഡൈവേർജൻ്റ് ആയിട്ടുള്ള ഒരു സമീപനമാണ് ക്രിയേറ്റീവ് തിങ്കിങ്ങിൽ നാം ഫോളോ ചെയ്യുന്നത്. പ്രയോജനപ്രദമായിരിക്കും ഈ വീഡിയോ. നിങ്ങൾക്ക് ഒരു പ്രാവശ്യം നിങ്ങളൊന്ന് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനിയും പേപ്പർ 13-ൻ്റെയും അതോടൊപ്പം സെമസ്റ്റർ 4-ൻ്റെയും കുറേ വീഡിയോസ് ഈ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. അതുകൊണ്ട് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്യുക. മാജിക് മോട്ടിവേഷനിൽ നിന്ന് നല്ല ആശംസകൾ.